പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗലാത്യ ലേഖനം 5:6, 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം, അതാണ് വേണ്ടത്. ഇപ്പം വെറുതെ നമ്മൾക്ക് ഇപ്പം ലൂക്ക 1:45 അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, എലിസബത്ത് അല്ലല്ലോ, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചതാണ് നിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേവലമായ വിശ്വാസമല്ലത്. അത് ഗലാത്യർ 5:6 അനുസരിച്ചുള്ള സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമാണ്. അതാണ് നമുക്ക് വചനം എന്ന് പറയുന്ന മുട്ട വിരിക്കാൻ വേണ്ടി വേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ജ്ഞാനവും ശക്തിയും പ്രാപിക്കുന്നത്. അതാണ് നമുക്ക് മഹത്വം തരുന്നത്. നിത്യമഹത്വവും അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിലെ ലൂക്കായുടെ സുവിശേഷം 2:51 പ്രകാരം സംഗ്രഹിക്കാൻ ഗലാത്യ ലേഖനം 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ ലൂക്ക 1:45 അനുസരിച്ച് സ്നേഹത്താൽ പ്രവർത്തനനിരതമായ വിശ്വാസത്താൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിക്കാനുള്ള മരിയൻ ഫെയ്ത്ത് അമ്മയുടെ ആധ്യാത്മിക മാർഗങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. സന്തോഷത്തോടെ എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കുകയാൽ. ദാസിയുടെ താഴ്മ തൃക്കൻ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താൻ എഴുന്നേൽക്കുകയാൽ. എന്തൊരാനന്ദം എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ സ്നേഹത്തോടെ പറയണം. സ്നേഹത്തോടെ ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇപ്പൊ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ എന്നാ തുടങ്ങണത്? പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ പറഞ്ഞേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഞങ്ങളുടെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. ഇപ്പൊ രണ്ടാമതും എന്താ പറയണത്? പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളെ ദൈവ സ്നേഹം ശരണം. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രിയവധു പരിശുദ്ധാത്മാവിന് പ്രിയവധുവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ദൈവ സ്നേഹം എന്ന പുണ്യമുണ്ടായി വർത്തിക്കാൻ. അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു രീതിയാണത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 ദൈവിക പുണ്യങ്ങൾ കൊണ്ടാണ് വചനത്തെ വിരിയിക്കണത്.
ഈ വചനത്തെ വിരിയിക്കുക, അതനുസരിച്ച് വചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിത വ്യാപാരങ്ങളെ ക്രമീകരിക്കുന്നത് അല്ലാതെ നമുക്ക് ദൈവാനുഭവത്തിന് മറ്റു മാർഗങ്ങളില്ല. നമ്മൾ എന്ത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും അവസാനം മരിയൻ മെത്തേഡിൽ വരും. വചനത്തെ വിരിയിക്കാൻ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അതുകൊണ്ട് സമ്പൂർണമായ ആധ്യാത്മികതയുടെ ആൾരൂപമായിട്ടാണ് അമ്മമാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാകണത്. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ അമ്മയാണ് അടിസ്ഥാന മാർഗം എന്നാണ് നമ്മളെപ്പോഴും ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് വേണം നിങ്ങൾ കൃപാസനത്തിൻ്റെ ധ്യാനങ്ങളെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കാനും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ ഈശോ നമ്മൾ ആദ്യം കണ്ടില്ലേ, എന്താ കണ്ടത്? യേശുക്രിസ്തു എല്ലാമാണ്. അത് അമ്മയ്ക്ക് ആന്തരികമായി ഉണ്ടായിരുന്ന ഒരു മരിയൻ നോളജാണത്. പൗലോസാണ് പിന്നീട് അത് വെളിപ്പെടുത്തിയെങ്കിലും ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. അതുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിന് നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? കാനായിലെ കല്യാണമാണ്. ആ കുടുംബത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയാണ് വിഷയം. ഭൗതികമായ പരാധീനത, ഇല്ലായ്മ, അവിടെ വീഞ്ഞ് തികയാതെ വരുന്ന അവസ്ഥ. ഇല്ലാഞ്ഞ അവസ്ഥയല്ല, തികയാതെ വന്ന അവസ്ഥയാണ്. റിസോഴ്സ് തികയാതെ വരുമ്പോൾ, ഇപ്പോൾ കൊറോണ കാലമാകുമ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ വിഭവങ്ങൾ തികയാതെ വരുന്ന ഒരവസ്ഥയാണ് വരണത്, അല്ലേ? തികയാതെ വരുമ്പോൾ ഇപ്പം പല കാര്യങ്ങൾക്കും തികയാതെ വരും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ വേണം, അപ്പോൾ പണം തികയാതെ വരും നമുക്കല്ലേ? ഇപ്പം നമ്മൾ വീട് പണിയാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തികയാതെ വരും. കണക്ക് കൂട്ടിയിട്ട് നമുക്ക് തികയാതെ വരും, ഇല്ലേ? അപ്പം തികയാതെ വരും. ആരോഗ്യം, വേണ്ടത്ര ആരോഗ്യം തികയാതെ വരും, അല്ലേ? ഇപ്പം ഇന്നലെയൊക്കെ ഞാൻ അത്ര ആരോഗ്യവാനല്ലായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് അത്ര പ്രശ്നമില്ല. അപ്പോൾ ഇന്നലെ ആരോഗ്യം തികയാതെ വരും, ഇൻകംപ്ലീറ്റ് ആയിട്ട് വരും. നമുക്ക് ആവശ്യമുള്ള നോട്ട് സഫീഷ്യൻറ്റ്, നമുക്ക് നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത്, അതുപോലെ തന്നെ നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് ഹെൽത്ത് ആൻഡ് വെൽത്ത്, ഇതൊക്കെ തികയാതെ വരും. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ കുറേ നമ്മൾ ഭൂമി ജീവിക്കുമ്പോൾ കുറേ തികയാതെ വരുന്ന അവസ്ഥകളുണ്ടാവും. ഈ തികയാതെ വരുന്ന അവസ്ഥകളെ അതിന് ചേർക്കേണ്ട ചേരുവകയാണ് ക്രിസ്തു എന്നാണ് അമ്മ നമുക്ക് പറഞ്ഞു തരണ ഒരു അനുഭവ പാഠം. എന്തെങ്കിലും മകനെ തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്രിസ്തുവിനെ നീ ചേർക്കണം. അതാണ് അമ്മ പറയണത്. എന്തെങ്കിലും തികയാതെ വന്നാൽ, അവിടെ എന്ത് തികയാതെ വന്നാലും, ആരോഗ്യം തികയാതെ വന്നാലും, നിൻ്റെ സമ്പത്ത് തികയാതെ വന്നാലും, വിശ്വാസം തികയാതെ വന്നാലും, അവിടെ എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിനെ ചേർക്കണം. അയ്യോ, എന്നാ ഒരു നോളജാണ്! നീ ക്രിസ്തുവിനെ അതാണ് കാനായിൽ. അവിടെ ഇപ്പോൾ നമ്മുടെ യോഹന്നാൻ 2:2 യോഹന്നാൻ 2:2 യോഹന്നാൻ്റെ സുവിശേഷം, അവിടെ വീഞ്ഞ് തികയാതെ വന്നത് കൊണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞ് ഇല്ല. ഇതൊരു നിസ്സാര കാര്യമാണെന്ന് തോന്നാമെങ്കിലും, പക്ഷേ അമ്മയുടെ മുമ്പിൽ ഒന്നും നിസ്സാരമല്ല. ക്രിസ്തുവിനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാന മനോഭാവം എന്താണ്? ജീവിതത്തിൽ ഒന്നും നിസ്സാരമല്ല, ജീവിതത്തിലൊന്നും നിസ്സാരമല്ല. ഇപ്പം വീഞ്ഞ് തികയാതെ വരുന്ന കാര്യം നിസ്സാരമല്ല എന്ന് അമ്മ ഒരു നിലപാടെടുത്തു. നിസ്സാരമല്ല എന്നുള്ളത് ഒരു നിലപാടാണ്. ക്രിസ്തുവിനെ
നമ്മുടെ കക്ഷി ചേർക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളിലേക്ക് ക്രിസ്തുവിനെ കക്ഷി ചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. അമ്മയ്ക്കത് നിസ്സാരമല്ല. അതുകൊണ്ട് അമ്മ യേശുവിൻ്റെ അടുത്ത് രക്ഷ ചെയ്യും. നിൻ്റെ ജീവിതത്തിൽ യേശുവിനെ പങ്കുചേർക്കാനുള്ള ഒരു നിലപാടാണ് ഒന്നും നിസ്സാരമല്ല എന്നുള്ളത്. ഒന്നും നിസ്സാരമല്ല. മേരി അമ്മ നമ്മളോട് പറയണത് എന്താണ്? ഒന്നും നിസ്സാരമല്ല. അത് ക്രിസ്തുവിനെ പങ്കുചേർത്ത് പൂർണ്ണമാക്കാൻ വേണ്ടിയുള്ളതാണ്. തികയാതെ വരുന്ന ഇടത്തെല്ലാം ക്രിസ്തുവിനെ കൂടെ ചേർക്കാൻ വേണ്ടിയുള്ള ദൈവികമായ പിതാവിൻ്റെ പദ്ധതിയാണ്. പിതാവിൻ്റെ പദ്ധതിയാണ് ക്രിസ്തുവിനെ നിൻ്റെ ജീവിതത്തിൽ പങ്കുചേർക്കാൻ വേണ്ടിയുള്ള പിതാവിൻ്റെ പദ്ധതിയാണ് നിൻ്റെ പോരായ്മകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ, തികയാതെ വരുന്ന അവസ്ഥകൾ. അതെല്ലാം ക്രിസ്തുവിനെ receive Jesus Christ and get saved. അതാണ് അമ്മ പറയണത് നമ്മളോട്. ക്രിസ്തുവിനെ സ്വീകരിക്കുക. നീ ലോകത്തിലെ നീ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുക. ശ്രുതികടെ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂരിപ്പിക്കണേ, എന്നെ പൂരിപ്പിക്കണേ. ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ, ക്രൂശിന്മാരിൽ ഞാൻ ഉറങ്ങട്ടെ. നിന്റെ സ്നേഹമേ ലംഘിയ അമ്മേ എന്നെ പൂരിപ്പിക്കണേ. നിൻ സ്വതന്റെ കുളത്തിൽ അമ്മേ എന്നെ കുളിപ്പിക്കണേ. ആദ്യമേ തന്നെ ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ഒരു ക്ഷമാപണം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ഈ അൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. 2024 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ജനുവരിയിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായി. ആ നെഞ്ചുവേദനയെ തുടർന്ന് ഞാൻ മെഡിക്കൽ കോളേജിൽ എന്നെ അഡ്മിറ്റാക്കി പെട്ടെന്ന് TMT എക്കോ എല്ലാം പോസിറ്റീവായി. എമർജൻസി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എന്നെ ആൻജിയോഗ്രാമിന് വിധേയമാക്കി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 2019 കൊറോണ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വീണ്ടും എന്നെ രോഗത്തിലേക്ക് നീ തള്ളിയിടരുതേ. എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഞാൻ എന്നും കൂട്ടായി ഉണ്ടാകാൻ നീ എന്നെ ഇടയാക്കണേ എന്ന് മാത്രം ആ സമയത്ത് പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് വളരെ ക്രിട്ടിക്കലായിട്ട് എന്നെ ആൻജിയോഗ്രാമിന് കയറ്റുകയും അവിടെ വെച്ച് ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എന്നെ കാർഡിയോളജി ഡോക്ടറായ ജയറാം ഡോക്ടറാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴേ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അവരോട് പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 3 ഹോള് ഡോക്ടർ കാണുന്നുണ്ടായിരുന്നു. അത് ആൻജിയോഗ്രാമിന് ശേഷം ആൻജിയോപ്ലാസ്റ്റർ ചെയ്ത് എന്നെ ഇറക്കണമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു അവരെന്നെ അതിനകത്ത് കയറ്റിയത്. പക്ഷേ അവിടെ വെച്ച് എനിക്ക് ഒരു വചനം ഓർമ്മ വന്നു, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55:22 എൻ്റെ ഓർമ്മയിൽ വന്നു. അങ്ങനെ ഞാൻ ആ ഒരു വചനത്തിൽ മുറുകെ പിടിച്ചിട്ട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, എന്നെ ഇതിനകത്തുനിന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ അമ്മ എന്നെ സഹായിക്കണം. അങ്ങനെ എൻ്റെ ആൻജിയോഗ്രാം തുടങ്ങി. കുറച്ച് സമയം ഒരു ബ്ലോക്ക് വന്നു എന്നൊരവസ്ഥയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് പറ്റത്തില്ല, ഇവിടുന്ന് എന്നെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഇറക്കണം. എൻ്റെ മക്കൾക്ക് ഒരു താങ്ങായി ഞാൻ എന്നും ഉണ്ടാവണം. അവരൊരു കരയിലെത്തുന്നത് വരെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും കൂടാതെ എന്നെ അവർക്ക് കണ്ട് ഇരിക്കാനെങ്കിലും എന്നെ നീ കൊടുക്കണം എന്ന് പറഞ്ഞ് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ
എനിക്ക് ചുറ്റിനും ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ വന്ന് എൻ്റെ തോളത്തിട്ട് തട്ടിയിട്ട് ജയറാം ഡോക്ടറോട് പറഞ്ഞു, ഇവള് ദൈവാനുഗ്രഹമുള്ളൊരു കുട്ടിയാ, നീ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അപ്പോഴും ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, ആ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഈ ഡോക്ടർ വീണ്ടും എന്നോട് വന്നിട്ട് പറഞ്ഞു, നീ റൂമിലോട്ട് പൊക്കോളൂ, നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കണ്ട ഹോള് 3 അവിടെ ഇല്ല. ആ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ മേല. എൻ്റെ കണ്ണുനീര് അവിടെ കൂടി ഒഴുകിയപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണുനീർ തുടച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കരമല്ല, നീ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവമാണ് നിൻ്റെ കണ്ണുനീർ തുടച്ചത്. ഞാൻ നിൻ്റെ റൂമിൽ വരുന്നുണ്ട് നിന്നെ കാണാൻ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ആൻജിയോഗ്രാം പൂർത്തിയാക്കി എന്നെ ICUയിലേക്ക് മാറ്റി. പിറ്റേ ദിവസം ഞാൻ റൂമിലോട്ട് പോന്നു. റൂമിൽ വന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ ആരോടാടി പ്രാർത്ഥിക്കുന്നേ? നീ എൻ്റെ വീട് പുന്നപ്രയിലാണ്, അപ്പോൾ പുന്നപ്ര പള്ളിയിലാണോ നീ പോകുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പുന്നപ്ര പള്ളിയിൽ പോകും. ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടറെ. അതിനകത്തൊന്നും ഞാൻ എൻ്റെ ഉടമ്പടിയിലൊന്നും എൻ്റെ രോഗാവസ്ഥകളൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾ, എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയായിരുന്നു ഉടമ്പടിയിലുണ്ടായിരുന്നത്. അതേ തുടർന്ന് ഈ മെയ്യിൽ എൻ്റെ വീട്ടിലിരുന്ന മാതാവിൻ്റെ ഒരു രൂപം, ഒരു കല്ല് രൂപം എൻ്റെ കാലിലൊന്ന് വീണു. ആരുമില്ലായിരുന്നു ശല്യപ്പെടുത്താൻ, തനിയെ ഉരുണ്ട് എൻ്റെ കാലിൽ വീഴുകയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ രൂപത്തിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ രൂപമുണ്ട്. പക്ഷേ എൻ്റെ കാലിലൊരു ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് 3 ദിവസം വേദനയില്ലാതെ ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ 3-ാം ദിവസം എനിക്കൊരു വേദന തന്നു. ആ വേദനയെ തുടർന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കാലിലെ മുറിവ് പഴുക്കുന്നുണ്ടെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ പല ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ബ്ലഡിലെ കൗണ്ട് കൂടുതലായിരുന്നു. അപ്പോൾ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കാലിൽ പഴുപ്പ് വരാൻ തുടങ്ങി. 14 വർഷമായിട്ട് എനിക്ക് ഷുഗറുണ്ട്. ഷുഗറുള്ളത് കൊണ്ട് കാല് പഴുക്കുന്നത് കൊണ്ടും വളരെയധികം ആകുലതയുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാതാവിൻ്റെ എണ്ണ എടുത്ത് എൻ്റെ മുറിവിൽ തൊട്ട്, മാതാവിൻ്റെ എണ്ണ തൊട്ടിട്ട് പറഞ്ഞു, ഈ പാദം മുറിക്കരുതേ, ഇത് ഷുഗറുണ്ട്, പഴുപ്പ് കയറുന്നുണ്ട്, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പഴുപ്പ് കയറാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ എണ്ണ ഇപ്പോൾ എൻ്റെ കാലിലിട്ട് ആ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ എൻ്റെ കാലിൻ്റെ മുറിവിൻ്റെ സൈഡിലിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ചേർത്തല മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഡോക്ടറിൻ്റെ വീടും. അങ്ങനെ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് അവിടെ ആയതുകൊണ്ട് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേർത്തലയിൽ പോയി അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം ഡോക്ടർ എന്നെ കാണാൻ വന്നു. എനിക്ക് ഡോക്ടർ ഒരു ഗുളിക കുറിച്ച് തന്നു. ആ ഗുളിക കഴിച്ചതിന് ശേഷം പെട്ടെന്ന് എനിക്കൊരു ചുമയുണ്ടായി. ആ ചുമയെ തുടർന്ന് ശ്വാസം കിട്ടാതായപ്പോൾ എൻ്റെ BP കൂടി. അങ്ങനെ പെട്ടെന്ന് മോൻ ഓടിച്ചെന്ന് നേഴ്സിനോട് പറഞ്ഞ് എൻ്റെ അമ്മച്ചിക്ക് വയ്യ, വന്ന് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നോക്കുമ്പോൾ എൻ്റെ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എൻ്റെ ഓക്സിജൻ ലെവൽ താന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ഛർദിൽ, അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ജീവൻ അപകടത്തിലാകുന്നൊരവസ്ഥയിലൂടെ കടന്നുപോയ സമയത്ത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, മാതാവേ, നീ എനിക്കൊരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിയുകയാണല്ലോ എൻ്റെ ജീവിതത്തിൽ, ഇതിനകത്തുനിന്ന് എനിക്കൊരു മോചനമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് വേദന തന്നത് മാതാവാണെങ്കിൽ ആ വേദന അമ്മ മാതാവ് തന്നെ എടുത്തു മാറ്റണം എന്ന് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയുണ്ടായി. 40 ദിവസത്തെ ഉപവാസം ഞാൻ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ കാലിൽ മുറിവ് തുടർന്ന് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വയ്യാതായപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുന്നത്, മോനോട് പറയുന്നത്, അമ്മയെ ഇവിടെ നോക്കാൻ പറ്റത്തില്ല,
അമ്മയെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റണം, അതുകൊണ്ട് ഞങ്ങൾ ചീട്ടെഴുതുവാണ് എന്ന് പറഞ്ഞ് മോൻ്റെ അടുത്ത് ഒരു കാര്യവും പറയാതെ അവർ ചീട്ടെഴുതുമായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് 5 ദിവസം ഓക്സിജൻ ഇട്ടുകൊണ്ട് എനിക്ക് കിടക്കേണ്ടി വന്നു. 5-ാമത്തെ ദിവസം പെട്ടെന്ന് വയറ്റിനകത്തൊരു വേദന വന്ന്, ആ വേദനയെ തുടർന്ന് മെഡിസിനിലായിരുന്നു എന്നെ അഡ്മിറ്റാക്കിയത്. ആ വേദനയെ തുടർന്ന് പെട്ടെന്ന് വയറ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ 5 മുഴയുണ്ടെന്ന് പറഞ്ഞു. 5 എണ്ണത്തിൽ 1 യൂട്രസിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അത് കാർഡിയോളജി ഡോക്ടറിൻ്റെ സമ്മതത്തോടു കൂടിയേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ സർജറിക്ക് സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ 3 ദിവസം അവിടെ അഡ്മിറ്റാക്കിയതിന് ശേഷം എൻ്റെ ഓക്സിജൻ ലെവലെല്ലാം നേരെയായതിന് ശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഗൈനക്കിൽ കാണിച്ച് ഇത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക്കിൽ കാണിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഇത് സർജറി ചെയ്യണമെങ്കിൽ കാർഡിയോളജി ഡോക്ടർ സമ്മതിക്കാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മെഡിസിൻ എടുക്കുന്ന ആളല്ലേ, ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഹൃദയത്തിലേക്കുള്ള രക്തഓട്ടം വളരെ കുറവായതിനാലാണ് നിങ്ങൾക്ക് ആ മെഡിസിൻ എഴുതിയിരിക്കുന്നത്, അത് നിർത്തലാക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ കാർഡിയോളജി ഡോക്ടറെ കണ്ട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ മരിച്ചാലും ഒപ്പിട്ട് തരത്തില്ല. ഞാൻ വല്ലാത്തൊരു സങ്കടത്തിലായപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നീ എന്നെ ഇവിടം വരെയൊക്കെ എത്തിച്ചിട്ട് വീണ്ടും വീണ്ടും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാനാണോ യോഗം? ഇതിനകത്തുനിന്നൊരു മോചനം എനിക്ക് വേണം, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ തേൻ കുപ്പി ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇച്ചിരി തേൻ എടുത്ത് കുടിച്ചാലോ എന്ന് വിചാരിച്ചു. ഞാൻ ആ തേൻ കുപ്പിക്കകത്തുനിന്ന് വിശ്വാസപ്രമാണം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ആ തേനിനകത്തുനിന്ന് ഒരു തുള്ളി തേൻ എൻ്റെ നാവിലിറ്റിച്ചു ഞാൻ കഴിച്ചു. കാരണം ഷുഗർ ഉള്ളതുകൊണ്ട് ഒരുപാട് മധുരമൊന്നും ചെല്ലാൻ പാടില്ലാത്തതുകൊണ്ട്, എന്നാലും ഞാനത് കഴിച്ചപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു, യൂട്രസിൽ ഈ മുഴ തള്ളി നിൽക്കുന്ന കൊണ്ട് ബ്ലീഡിംഗ് ഉണ്ട്, അത് ഉള്ളിൽ നല്ല ബ്ലീഡിംഗ് ഉണ്ട്, അതുകൊണ്ട് മെറീന എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളിൽ നിക്ഷേപിക്കണം. അത് പുറത്തു നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അടുത്ത ദിവസം സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ആണ് അതിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചു. അത് കൊണ്ടുവന്നിട്ടെങ്കിലും ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു 3 മാസം കൂടുമ്പോൾ സ്കാൻ എടുക്കണം, ഉള്ളിലെ മുഴ വളരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. അങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞ ശേഷം ഒക്ടോബറിലായിരുന്നു അത് ഇട്ടത്. അതിനുശേഷം ഞാൻ നമ്മുടെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോയമ്പ് കാലത്ത് ഞാൻ 40 നോയമ്പ് എടുക്കാൻ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു. മെഡിസിൻ എടുക്കുന്ന ആളാണ്, ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. അപ്പോഴേ എനിക്ക് ഭക്ഷണം അത് ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത്, മരിച്ചാലും വേണ്ടില്ല, ഞാൻ 40 ദിവസം കർത്താവായ ഈശോമിശിഹ 40 ദിവസം ഉപവസിച്ചതിന് ശേഷമാണ് എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാനും ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള ഒരു നിത്യാരാധന ഉള്ള ദേവാലയത്തിൽ പോയി ആ നിത്യാരാധനയിൽ രാവിലെ മുതൽ വൈകുന്നേരം ആ നിത്യാരാധന അടയ്ക്കുന്നത് 6 മണിക്കാണ്. ആ 6 മണി വരെ ഞാൻ അവിടെ ഇരുന്ന് ഉപവസിച്ച് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിക്കുന്നതിനിടയിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായില്ല. എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും പറഞ്ഞ്, ഉപവാസം എടുത്തപ്പോഴാണ് നിനക്ക് തടി കൂടിയതെന്ന് പറഞ്ഞ്. ഭക്ഷണം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നിൻ്റെ മുഖത്തോ നിൻ്റെ ശരീരത്തിലോ കാണുന്നില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഉപവാസമെല്ലാം കഴിഞ്ഞു, ഈസ്റ്റർ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഞാനിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു നടുവിന് വേദനയുണ്ടായി. ശക്തിയായ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറയുവാണ്, നിന്നോട് 3 മാസം കൂടുമ്പോൾ സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ അത് ചെയ്യാത്തത്? അതുകൊണ്ട് ഇനി സ്കാൻ എടുത്തിട്ട് സംസാരിച്ചാൽ മതി. എങ്ങനെ സ്കാൻ എടുക്കാൻ എഴുതി തന്നു. ആ സ്കാൻ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വന്ന് ഇന്ന് തന്നെ എന്നെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി സ്കാൻ എടുത്തു, ഡോക്ടറെ കാണിച്ചു. പഴയ സ്കാൻ റിപ്പോർട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ പഴയതും പുതിയതുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ഈ 2 റിസൾട്ടിലും മാറി മാറി നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം, എന്തായാലും എല്ലാം നേരിടാനുള്ള ഒരു മനസാന്നിധ്യം ഇപ്പം എനിക്കുണ്ട്, അതുകൊണ്ട് എന്നോട് തുറന്നു പറയണം എനിക്ക് എന്താണെന്ന്.
അപ്പോൾ ഡോക്ടർ എന്നോട് പറയുക, ഷൈനി എന്നാണ് ആ ഡോക്ടറുടെ പേര്. ഡോക്ടർ എന്നോട് ചോദിക്കുക, നിനക്ക് എവിടെയാ വേദന? ഞാൻ പറഞ്ഞു, എനിക്ക് നടുവിൻ്റെ വേദന. വേദന വന്നത് ചിലപ്പോൾ ഇതില്ലാന്നറിയാനായിരിക്കും. അതുകൊണ്ട് നിൻ്റെ റിപ്പോർട്ടിൽ, എൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ റിപ്പോർട്ടിൽ 5 മുഴയും കാണുന്നില്ല. 5 മുഴയും കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ഇതെന്ത് അത്ഭുതമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഡോക്ടറെ നോക്കി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ്, മാതാവ് നിനക്ക് വേദന തന്നത്, ഒരു വേദന നിനക്ക് മാതാവ് തന്നുകൊണ്ടാണ് ഈ മുഴയുണ്ടെന്ന് അറിയിച്ചത്. അപ്പോൾ ആ മാതാവ് നിനക്ക് വേദന തന്നുകൊണ്ട് ഇത് ഞാനിങ്ങ് എടുക്കുക എന്ന് മാതാവ് നിനക്ക് കാണിച്ചു തന്നതാ. അതാണ് ഈ വേദന വന്നത്. ഈ വേദന ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുമായിരുന്നോ? ഇല്ല. അപ്പം ഈ വേദന വന്നത് നിൻ്റെ ഉള്ളിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ എടുത്തു എന്ന് മാതാവ് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഞാനും അതങ്ങനെ വിശ്വസിക്കുന്ന പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിലുടനീളം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരുപാട് കരയുമ്പോഴും എൻ്റെ പിന്നിൽ എൻ്റെ കണ്ണുനീർ തുടച്ച് എൻ്റെ കാര്യങ്ങൾക്കൊരു പരിഹാരം കാണാൻ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ ഇടത്തും വലത്തും ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. 2019 കൊറോണ എന്നെ കിടത്തിക്കളഞ്ഞ് മരണം എൻ്റെ മുന്നിൽ കണ്ട് ഞാൻ മരിച്ചു എന്നൊരു വാർത്ത എൻ്റെ നാട്ടിൽ വന്നു. അങ്ങനെ ഒരുപാട് വിഷമിച്ച് അവിടുന്ന് ഓരോ 2019 മുതൽ 24 വരെ ഓരോ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി എൻ്റെ ജീവിതം ഞാനിന്ന് കൃപാസന മാതാവിൻ്റെ മുന്നിൽ ഇന്നിങ്ങനെ ഈ അൽത്താരയിൽ ഇങ്ങനെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ എൻ്റെ ജീവനെ സംരക്ഷിച്ച എൻ്റെ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി സമർപ്പിക്കുന്നു. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ആ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയുടെ ടെസ്റ്റായിരുന്നു. 6 വർഷമായിട്ട് അത് നടക്കുന്നില്ലായിരുന്നു. മാതാവിൻ്റെ ഉപ്പ് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് വണ്ടിയിലിട്ടിട്ട് പറഞ്ഞു, മാതാവേ, ഈ വണ്ടി ഞങ്ങളുടെ ഉപജീവന മാർഗമാണ്. ഇത് ഒന്ന് പുനർനിർമ്മിച്ചെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഒരുക്കി തരണം. ആ മാസത്തിൽ തന്നെ എനിക്ക് അമ്മ അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി തന്ന് ആ വണ്ടി ഇന്ന് ഞാൻ മുമ്പ് കണ്ടതിനേക്കാൾ ഒരുപാട് മനോഹരമാണ്. അമ്മയുടെ ജപമാല അതിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചു. പണിത് തീർത്ത് ഞാൻ ഈ മുറ്റത്ത് കൊണ്ടുവന്നു. ആ വണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. വളരെ തിരക്കായതുകൊണ്ട് അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. പരിശുദ്ധ അമ്മയുടെ ജപമാല വാങ്ങിച്ച് ഞാനും പ്രാർത്ഥിച്ചു. ഇന്നും ഇടയ്ക്കിടെ ഞാൻ ഉപ്പ് തളിച്ചാണ് ആ വാഹനം യാത്ര പോകുന്നത്. അങ്ങനെ എൻ്റെ കുടുംബത്തെ ഓരോന്നായി അമ്മ അനുഗ്രഹിച്ച് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു വലിയ സാക്ഷിയായി മാറാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ച നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ എന്നും ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നടന്ന് ഓടി വന്ന് എനിക്കിവിടെ കയറി ഇനിയൊരു സാക്ഷ്യം കൂടി പറയണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മ അതെനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ ഈ അൽത്താരയിൽ നിന്ന് വിശ്വസിക്കുന്നു. എന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാ മക്കൾക്കും ഈ അൽത്താര ഒരു സാക്ഷിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതി. കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് ഇവിടുത്തെ പത്രം, കൃപാസന അമ്മയുടെ പത്രം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഓടി നടന്ന് എല്ലാവരുടെയും കൈകളിൽ എത്തിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അപ്പോഴേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞുമകൻ എൻ്റെ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കുഞ്ഞാണ്. ഞാൻ അവനിലൂടെ ഇത് അനേകരിൽ ഞാനിത് എത്തിക്കും. അമ്മ, ഞാനാണത് അവൻ്റെ കൈകൾ കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് കരുതണം. എൻ്റെ കാലുകളെ അമ്മ ബലപ്പെടുത്തുന്ന കാലം അതിദൂരമല്ല എന്നെനിക്കറിയാം. അത് ഏറ്റവും അടുത്ത് തന്നെയാണ്. ആ സമയത്ത് ഞാൻ ഓടി നടന്ന അമ്മയുടെ കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കും. അമ്മയുടെ കൃപാസന പത്രം വായിച്ച് കൊടുക്കേണ്ടവർക്ക് വായിച്ചു കൊടുക്കും. ആ ഒരു അനുഗ്രഹം കൂടി അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ അതെനിക്ക് തരും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികളുടെ അവിടെ സംഘടന വഴി എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ഓടി നടന്നിങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും പുറത്തു നിന്ന് ഒരാളെങ്കിലും ഒരു ഗ്ലാസ് ചായയെങ്കിലും കുടിക്കാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അവരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ കാണാറുണ്ട്, അവരെയൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ
പിന്നെ വസ്ത്രം ചോദിച്ചു വരുന്നവർക്ക് ഞാൻ ഉപയോഗിക്കുന്ന, മോശപ്പെട്ടതല്ല, ഞാൻ ഉപയോഗിക്കുന്ന നല്ല വസ്ത്രം തന്നെ കൊടുത്തൊക്കെ ഞാൻ അവരെ സന്തോഷത്തോടെ എൻ്റെ ഭവനത്തിൽ നിന്ന് പറഞ്ഞു വിടാറുണ്ട്. പുറത്ത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഒക്കെ പ്രായമായ അമ്മച്ചിമാർ താമസിക്കുന്ന ആ സ്ഥലത്തു നിന്നൊക്കെ വീടുകളിൽ ഓരോരുത്തരും ഓരോ സഹായം ചോദിച്ചു വരുമ്പോഴൊക്കെ എന്നേലാവുന്ന വിധത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എല്ലാത്തിനും പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഈ കൃപാസന അൽത്താരയോടും ഞാൻ എന്നും എൻ്റെ മരണം വരെ എൻ്റെ കുടുംബവും ഞാനും ഈ ദേവാലയ മുറ്റത്ത് കടപ്പെട്ടവരായിട്ട് ജീവിക്കും. എന്നും ഈ അൽത്താരയുടെ മുന്നിൽ എളിയ ഹൃദയത്തോടെ, എളിയ മനസ്സോടെ എന്നും വ്യാപരിക്കുമെന്നൊരു വാഗ്ദാനം പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ടും എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണമെന്നുള്ളൊരു അപേക്ഷയോട് കൂടി നിർത്തുന്നു.